കഫൻ ചെയ്യുന്ന സമയത്ത് നിന്റെ നെറ്റിക്ക് പരുത്തി വെച്ചുപോയി, കണ്ണിന് പരുത്തി വെച്ചുപോയി, തൊള്ളക്ക് പരുത്തി വെച്ചുപോയി. ആലിമീങ്ങളെ ചീത്ത പറയുന്നവരില്ലേ, തൊള്ളക്ക് അതാ പരുത്തി വെച്ചടോ. അതേ സുജൂദിന്റെ അവയവങ്ങൾക്കൊക്കെ പരുത്തി വെച്ചു. സുജൂദ് ചെയ്യാൻ മടിച്ചവരില്ലേ, പരുത്തി വെച്ചു. നിന്റെ ശരീരം പൊതിഞ്ഞു. ആ പൊതിഞ്ഞ ശരീരം മയ്യിത്ത് കട്ടിലിൽ വെക്കുകയാണ്. നിന്റെ അന്തസ്സുള്ള വാഹനം എവിടെ? നിന്റെ പ്ലെയിൻ സവാരി എവിടെ? ഹെലികോപ്റ്റർ എവിടെ? കാർ എവിടെ? മയ്യിത്ത് കട്ടിലിൽ കയറ്റിപ്പോയി ജീവിതകാലത്ത് കയറിക്കിടക്കാൻ മടിക്കുന്ന വാഹനം, സ്ട്രെച്ചറിൽ കയറിപ്പോയി, ആംബുലൻസിൽ കയറിപ്പോയി, ആരോഗ്യമുള്ളപ്പോ കയറാൻ മടിക്കുന്ന വാഹനം നിന്നെ എടുത്തുകൊണ്ടുപോയി ഖബറിൽ വെക്കുകയാണ്. ഖബറിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വലിയ കേസ്. ആ കേസിൽ 2 ആഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏത് വക്കീലിനെയും വെച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. 2 ആഴ്ച ജയിലിൽ കിടക്കും. ഒറ്റ ദിവസം ജയിലിൽ കിടക്കാനാവൂല. എന്തിപ്പോ ജയിലിൽ കിടന്നാ വരിക? ജയിലിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു അവിടെ ഉണ്ടാവും, വെള്ളം അവിടെ കിട്ടും, ഭക്ഷണം അവിടെ കിട്ടും, ഇടക്കൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യാം. പിന്നെ ബന്ധപ്പെട്ടവർക്ക് ഇടക്കെല്ലാം വന്ന് കാണുകയും ചെയ്യാം. പിന്നെ ആകെപ്പുള്ള എന്താ, വേറൊരു പോകാനാവില്ല, സമ്മേളനത്തിന് പോകാനാവില്ല, ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഇങ്ങനെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ് ജയിലിൽ വരേണ്ടത് വിവാഹത്തിലെ ജയിലിൽ കിടക്കാതെ തന്നെ നമുക്ക് ജീവിച്ചു മരിക്കാൻ തോൽപ്പിക്കട്ടെ. അതുകൊണ്ട് ജയിൽ വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞില്ല ജയിലത്രേ ഉള്ളൂ എന്നാണ്. അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം, ആ ജയിലിൽ ഒരു ദിവസം കിടക്കാതിരിക്കാൻ വേണ്ടി എത്ര ചെലവഴിക്കും മുതലാളിമാര്? ഒരു ദിവസം ജയിലിൽ കിടക്കാനാവില്ല. അത് എന്ത് വേണമെങ്കിലും അധ്വാനിക്കും. ഏത് വക്കീലിന്റെ കാലം പിടിക്കൂലേ? എന്നാ സഹോദരാ, എന്നെയും നിന്നെയും കൊണ്ടുപോയി കിടക്കുന്ന ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് 2 ആഴ്ചത്തേക്കുള്ള റിമാൻഡല്ല, അതേ 1 മാസത്തേക്കുള്ളതല്ല. എത്ര കൊല്ലമാണ് പാവപ്പെട്ട ഞാൻ കിടക്കേണ്ടതെന്നറിയില്ല. നിങ്ങൾ എത്ര കാലം കിടക്കണമെന്നറിയില്ല. അവിടെ ജയില് പോലെ വായു കടക്കാനുള്ള ജനവാതിലില്ല, വെള്ളം കൊണ്ടുതരാനാണില്ല, ഭക്ഷണം എത്തിച്ചേരാൻ വകുപ്പില്ല, നിന്റെ കുടുംബങ്ങളെ കാണാൻ സാധ്യമല്ല, നിനക്ക് ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയില്ല, കത്തയക്കാൻ സാധ്യമല്ല, കട്ടിലിന്റെ മേലെ കിടന്നുറങ്ങാൻ കഴിയില്ല, നിനക്ക് ഇറങ്ങിപ്പോകാനോ സമയവും ഇല്ല, നിന്റെ ബന്ധുക്കൾക്ക് വന്ന് കാണാനൊരവസരവും ഇല്ല, നിനക്ക് അവരോട് ബന്ധപ്പെടാനുള്ള വകുപ്പും ഇല്ല, നിനക്കവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സ്ഥലം ഇല്ല. ആ ഇടുങ്ങിയ സ്ഥലത്ത് നീയും ഞാനും കിടക്കണം ഖബറിൽ. ആ കിടക്കുന്ന കിടത്തത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ വലതുഭാഗത്തേക്ക് ചൊരിച്ച് ഖിബിലയിലേക്ക് തിരിച്ച് മയ്യിത്ത് കിടത്തുമ്പോ പണ്ഡിതന്മാരൊരൽപ്പം ചളിമണ്ണെടുത്ത് അതാ മുഖത്ത് നിന്റെ കവിൾത്തടത്തിന് ഒട്ടിച്ചു വെക്കുന്നു. ഈ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ശരിപ്പെടുത്തിയ സ്ഥലമല്ലേ അത്? പൊടിപാറ്റിയ സ്ഥലമല്ലേ അത്? നീ വല്ലാതെ ബഹുമാനിച്ച സ്ഥലമല്ലേ അത്? നീ പറയല് തന്നെ എന്താണ്? അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു എന്നാണ്. ഓ, നിന്റെ മുഖം വല്ലാത്ത ബഹുമാനമുള്ള സ്ഥലമാണ് നീ കരുതിയിരിക്കുന്നു. നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിനക്ക് വല്ലാത്തൊരു അപമാനമായി പോയി. ആ നിലക്ക് നിന്റെ മുഖത്തെ നീ ബഹുമാനിച്ചില്ലേ? ആ മുഖം ഇപ്പോഴതാ കളിമണ്ണിനോട് ചേർത്ത് ഒരു തലയണി പോലുമില്ലാതെ ഖബറിൽ കൊണ്ടുപോയി ഒരു ചെറിയ മണ്ണിന്റെ കട്ട വെച്ച് കൊടുത്താൽ നല്ലതാണ്. ചുടുകട്ടയാകരുത്, ചുടാത്ത കട്ടയാകണം. ഇരിക്കട്ടെ, ആ മണ്ണിൻ കട്ടയുമായി നീ അവിടെ കിടക്കുകയല്ലേ? എത്ര ദിവസം കിടക്കണം മനുഷ്യ? നീ ദുനിയാവിൽ ജീവിക്കുന്ന ചുരുങ്ങിയ കാലം അള്ള കൽപ്പിച്ചതെടുത്ത് അള്ള വിരോധിച്ചത് കൈയൊഴിച്ചൊരു തഖ്വയോടെ ജീവിക്കാൻ പറയുമ്പോ നമുക്കതിന് തുനിയാൻ ഇബ്ലീസ് സമ്മതിക്കുന്നില്ല, ശരീരത്തിന്റെ തടീച്ച അനുവദിക്കുന്നില്ല, ഹറാമിലേക്ക് വഴുതിപ്പോകുന്നു. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്മാനേ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഖബറിനെ കുറിച്ച് നീ ചിന്തിച്ചോ? ഖബർ കുഴിച്ചു നോക്കുമ്പോ കാണുന്നില്ലല്ലോ ഉസ്താദേ, രക്ഷയും കാണുന്നില്ല, ശിക്ഷയും കാണുന്നില്ല. ഇന്നലെ ഞാൻ ഉണക്ക് പുല്ലിനെ കുറിച്ചും പച്ച പുല്ലിനെ കുറിച്ചും പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ആ
ഉണക്കുപുല്ലും പച്ചപ്പുല്ലും പാഠം പഠിക്കാനാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, നീ ഉറങ്ങുന്നില്ലേ? ആ ഉറങ്ങുന്ന വിചാരം വിളിച്ചാൽ വന്ന് അതിലങ്ങ് അവിടെ അതൊരാളോ അയാൾ കുടിച്ചു. സഹോദരന്മാരെ, നമ്മൾ ഉറങ്ങിപ്പോകുന്നില്ലേ? ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഉറക്കുക അതൊരു വല്ലാത്ത സംഗതിയാണ്. വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന, കാർ ഓടിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് കാറും ഡ്രൈവറും ഒക്കെ നശിച്ചുപോയി. ഡ്രൈവർ മരിച്ചുപോയി, കാർ ഉടഞ്ഞും പോയി. കാരണം ഉറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച്, നമ്മളെ ശരീരത്തിന്റെ ഒരു അധികാരം നമ്മൾ ഉറങ്ങണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഉറക്ക് വരുമ്പോൾ തടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് കാറിന്റെ ഡ്രൈവർ